ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഘടനയെ എണ്ണയിൽ നിന്നും വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ്. ഇതിന്റെ ഭാഗമായി നിക്ഷേപകരെയും സാങ്കേതിക വിദഗ്ധരെയും കഴിവുറ്റ വ്യക്തികളെയും ആകർഷിക്കാൻ അവർ വിവിധ നയങ്ങൾ ആവിഷ്കരിക്കുന്നു. യുടെ ഗോൾഡൻ വിസ ഈ പാതയിൽ ഒരു വലിയ വിജയഗാഥ രചിച്ചു. ഇപ്പോൾ ഗൾഫ് മേഖലയിലെ മറ്റൊരു പ്രധാന സാമ്പത്തിക ശക്തിയായ ഒമാനും ഈ പാത പിന്തുടർന്ന് ദീർഘകാല വിസ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഷൻ 2014 എന്ന തങ്ങളുടെ ദീർഘകാല സാമ്പത്തിക വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഒമാന്റെ ഈ നീക്കം. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് തരം ഗോൾഡൻ വിസകൾ ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ച ദീർഘകാല വിസ പദ്ധതിയിൽ രണ്ട് തരം വിസകളാണുള്ളത്. 10 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ, 5 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ. ഈ രണ്ട് വിസകൾക്കും വ്യത്യസ്തമായ സാമ്പത്തിക നിബന്ധനകളും യോഗ്യതാ മാനദണ്ഡങ്ങളുമുണ്ട്. ഈ വിസ ലഭിക്കുന്നവർക്ക് അവരുടെ പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ എന്നിവരെയും ഒമാനിൽ താമസിപ്പിക്കാൻ സാധിക്കും. ഇത് നിക്ഷേപകർക്ക് കുടുംബത്തോടൊപ്പം സ്ഥിരമായി താമസിക്കാനുള്ള സൗകര്യവും നൽകുന്നു. 10 വർഷം കാലാവധിയുള്ള ഗോൾഡൻ വിസ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള നിക്ഷേപകർക്കായി രൂപകൽപ്പന ചെയ്തു. ഈ വിസ നേടാൻ 3 പ്രധാന മാർഗങ്ങളാണ് ഉള്ളത്. ഒമാൻ സർക്കാർ നിയന്ത്രിത കമ്പനികൾ അല്ലെങ്കിൽ സർക്കാർ കടപ്പത്രങ്ങൾ എന്നിവയിൽ 5 ലക്ഷം ഒമാൻ റിയാൽ, അതായത് ഏകദേശം 1.3 മില്യൺ $US നിക്ഷേപിക്കുന്നവർക്ക് ഈ വിസയ്ക്ക് അർഹതയുണ്ട്. സർക്കാർ മേഖലയിലെ നിക്ഷേപം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും നേരിട്ട് സഹായകമാകും. ഒമാനിൽ 5 ലക്ഷം ഒമാൻ റിയാൽ മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നവർക്കും ഈ വിസ ലഭിക്കും. ഇത് ഒമാനിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കും വലിയ ഉത്തേജനം നൽകും. വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെ റിയൽ എസ്റ്റേറ്റ് വിപണി കൂടുതൽ ശക്തമാവുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും.